ബീഹാറിലെ ആ വ്യവസായ മേഖലയിൽ ഉച്ചവെയിൽ കനത്തു നിൽക്കുകയാണ്. ആകാശത്തുനിന്ന് അഗ്നി വർഷിക്കുന്നതുപോലെ തോന്നിക്കുന്ന ആ കഠിനമായ ചൂടിലും ഫാക്ടറിക്കുള്ളിലെ യന്ത്രങ്ങൾ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. യന്ത്രങ്ങളുടെ ചെവി തുളക്കുന്ന ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ തൊട്ടടുത്തു നിൽക്കുന്നവന്റെ ശബ്ദം പോലും കേൾക്കാൻ കഴിയില്ല. കരിപുകയും ചൂടും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ തൊഴിലാളികൾ വിയർപ്പിൽ കുളിച്ച് പണിയെടുക്കുന്നു. പക്ഷേ രാമുവിന് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവന്റെ ലോകം ആ യന്ത്രങ്ങൾക്കിടയിലായിരുന്നു. രാമുവിന്റെ കൈകൾ ഗ്രീസും കരി ഓയിലും പുരണ്ട് വിരൂപമായിരുന്നു. രാവിലെ മുതൽ കേടായി കിടക്കുന്ന ആ വലിയ യന്ത്രത്തിനു മുന്നിലായിരുന്നു അവൻ. നഗരത്തിലെ വലിയ എഞ്ചിനീയർമാർ വന്ന് മണിക്കൂറുകളോളം പരിശോധിച്ച് തോറ്റു പിന്മാറിയ ആ യന്ത്രത്തിനു മുന്നിൽ വെറും സാധാരണക്കാരനായ രാമു ഒരു എഞ്ചിനീയറിനെ പോലെ തന്റെ ബുദ്ധി ഉപയോഗിക്കുകയാണ്. അവൻ യന്ത്രത്തിനുള്ളിലേക്ക് കൈ കടത്തി. ആർക്കും മനസ്സിലാകാത്ത ഒരു ചെറിയ സ്ക്രൂ പതുക്കെ തിരിച്ചു. അടുത്ത നിമിഷം ശ്വാസം നിലച്ചു കിടന്നിരുന്ന ആ ഭീമൻ യന്ത്രം വലിയ ശബ്ദത്തോടെ ഇരുമ്പിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ചുറ്റും നിന്നവർ അത്ഭുതത്തോടെ അവനെ നോക്കി. സെക്യൂരിറ്റി ഗാർഡായ കാക്ക രാമുവിന്റെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എന്താ രാമു ഇത്? ഇനി യന്ത്രത്തെ തന്നെ കല്യാണം കഴിക്കാനാണോ ഭാവം? പോയി മുഖം കഴുകൂ. ഇന്ന് 1-ാം തീയതിയാണ്. മാനേജർ സാർ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്." പണം കിട്ടുന്ന ദിവസമാണെന്ന് കേട്ടപ്പോൾ രാമുവിന്റെ കരിപുരണ്ട തളർന്ന മുഖത്ത് ഒരു പ്രത്യേക തിളക്കം വന്നു. അവൻ വേഗം കൈകൾ കഴുകി ഓഫീസിലേക്ക് നടന്നു. AC മുറിക്കുള്ളിലെ തണുപ്പിൽ മാനേജറും കമ്പനി ഉടമയും ഇരിക്കുന്നുണ്ട്. മാനേജർ ഉടമയോട് പറഞ്ഞു, "സർ, ഇതാണ് നമ്മുടെ രാമു. വലിയ എഞ്ചിനീയർമാർക്ക് പോലും പറ്റാത്ത കാര്യമാണ് അവൻ വെറും മണിക്കൂറുകൊണ്ട് ചെയ്തത്. അവനൊരു പാവമാണ്." ഉടമ സന്തോഷത്തോടെ അവന് ശമ്പളം അടങ്ങിയ കവർ കൈമാറി. രാമു വിനയത്തോടെ അത് വാങ്ങി. തന്റെ അധ്വാനത്തിന്റെ ഫലം കയ്യിൽ കിട്ടിയ സന്തോഷമായിരുന്നു അവന്റെ മുഖത്ത്. അവൻ ആ കവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പുതിയ നോട്ടുകളുടെ ആ മണം അവന്റെ ശാരീരികമായ ക്ഷീണം മുഴുവൻ മാറ്റി. അവന്റെ മനസ്സ് നിറയെ കവിതയായിരുന്നു. കവിതയെ അവൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപായിരുന്നു അവരുടെ വിവാഹം. രാമുവിനെ സംബന്ധിച്ചിടത്തോളം കവിത ഒരു മാലാഖയെ പോലെയായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അവൾ അവനോട് എപ്പോഴും ഒരകൽച്ച കാണിച്ചിരുന്നു. അവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴെല്ലാം അവൾ എന്തോ വലിയ ഭാരവും ചുമന്ന് നടക്കുന്നത് പോലെ തോന്നും. പുതിയ സ്ഥലം ആയതുകൊണ്ടുള്ള പേടിയോ സങ്കടമോ ആയിരിക്കും ഇതെന്നാണ് പാവം രാമു കരുതിയത്. ഇന്ന് കയ്യിലുള്ള ഈ പണം കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ വാങ്ങി നൽകുമ്പോൾ അവളൊന്ന് ചിരിക്കും. അവൻ വെറുതെ സ്വപ്നം കണ്ടു. ആ സ്വപ്നമായിരുന്നു അവന്റെ ഏക സമ്പാദ്യം. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളെയും മറികടക്കാൻ അവനെ സഹായിക്കുന്നത് കവിതയുടെ ആ ഒരു പുഞ്ചിരിയാണ്. രാമു ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി. സാധാരണയായി സൈക്കിളിൽ പോകാറുള്ള അവനിന്ന് നടക്കാൻ തീരുമാനിച്ചു. ഓരോ ചുവട് വെക്കുമ്പോഴും അവന്റെ മനസ്സിൽ കവിതയുടെ മുഖമായിരുന്നു. അവൾക്ക് വേണ്ടി എന്തൊക്കെ വാങ്ങണം എന്നവൻ പ്ലാൻ ചെയ്തു. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവന് കൃത്യമായി അറിയില്ലെങ്കിലും അവൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണമെന്ന ആഗ്രഹം അവനിൽ നിറഞ്ഞു നിന്നു. രാമു ഒരു പാവ മനുഷ്യനായിരുന്നു. യന്ത്രങ്ങളെ നന്നാക്കാൻ അവന് നന്നായി അറിയാമായിരുന്നുവെങ്കിലും മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ അവന് കഴിവില്ലായിരുന്നു. തന്റെ പ്രണയം സത്യമാണെങ്കിൽ ലോകത്തിലെ എല്ലാ സങ്കടങ്ങളെയും മായ്ക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. ഫാക്ടറിയിലെ ചൂടും പുകയുമല്ല, കവിതയുടെ തണുത്ത മൗനമാണ് തന്നെ തളർത്തുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും അവളുടെ മൗനത്തെ സ്നേഹം കൊണ്ട് കീഴടക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവൻ. ചന്തയിലേക്കുള്ള വഴിയിൽ ഓരോ കടകളും നോക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചുവന്ന പട്ടുടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു വന്നു. തന്റെ ശമ്പളം മുഴുവൻ തീർന്നാലും വേണ്ടിയില്ല, കവിതയെ ഒന്ന് ചിരിപ്പിക്കണം. ആ നിഷ്കളങ്കമായ ചിന്തയോടെ രാമു തിരക്കേറിയ നഗരത്തിലേക്ക് നടന്നു നീങ്ങി. അവന്റെ കയ്യിൽ അന്ന് ലഭിച്ച ശമ്പളവും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അവൻ സ്വരൂപിച്ചു വെച്ച സമ്പാദ്യവും ഉണ്ടായിരുന്നു. സ്വന്തം ആഗ്രഹങ്ങൾ പലതും മാറ്റിവെച്ചാണ് അവൻ ആ പണം ഉണ്ടാക്കിയത്. ചായ കുടിക്കുന്നത് ഒഴിവാക്കിയും ഉച്ചഭക്ഷണം പകുതിയാക്കിയും അവൻ മിച്ചം പിടിച്ച ഓരോ രൂപക്കും പിന്നിൽ കവിതയെ സന്തോഷിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ആദ്യം ചെന്നത് ഒരു വലിയ ഇലക്ട്രോണിക് ഷോപ്പിലേക്കാണ്. കവിതയ്ക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങി നൽകണം. അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കല്യാണം കഴിഞ്ഞ് ഈ നഗരത്തിൽ എത്തിയതിനു ശേഷം അവൾ വീട്ടുകാരോട് സംസാരിക്കുന്നത് വളരെ കുറവാണ്. ഒരു ഫോൺ ഉണ്ടായാൽ അവൾക്ക് സ്വന്തം വീട്ടുകാരെ വിളിക്കാമല്ലോ, പാട്ടുകൾ കേൾക്കാമല്ലോ എന്നൊക്കെ രാമു
കരുതി. കടയിലെ ജീവനക്കാർ പലതരം ഫോണുകൾ കാണിച്ചെങ്കിലും രാമു തെരഞ്ഞെടുത്തത് നല്ലൊരു ക്യാമറയുള്ള ഫോണായിരുന്നു. അവൾക്ക് തന്റെ മനോഹരമായ ചിത്രങ്ങൾ എടുക്കാമല്ലോ, അവൻ മനസ്സിൽ ചിന്തിച്ചു. ഫോൺ വാങ്ങിയപ്പോൾ തന്റെ മാസങ്ങളായുള്ള കഷ്ടപ്പാടിന് അർത്ഥം കിട്ടിയതുപോലെ രാമുവിന് തോന്നി. അവിടെ നിന്ന് ഇറങ്ങി അവൻ നേരെ പോയത് വസ്ത്രക്കടയിലേക്കാണ്. വസ്ത്രക്കടയുടെ ചില്ലിട്ട ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു മനോഹരമായ ചുവന്ന ലെഹങ്ക അവന്റെ കണ്ണിലുടക്കി. സ്വർണ്ണ നൂലുകൾ കൊണ്ട് അലങ്കരിച്ച ആ ചുവന്ന പട്ടുടുപ്പ് കണ്ടപ്പോൾ രാമുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. തന്റെ കവിത അത് ധരിച്ചു നിൽക്കുന്നത് അവൻ ഭാവനയിൽ കണ്ടു. ചുവന്ന നിറം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് അവൻ എവിടെയോ കേട്ടിട്ടുണ്ട്. കടക്കുള്ളിൽ കയറി അവൻ ആ ലെഹങ്കയുടെ വില ചോദിച്ചു. സാധാരണക്കാരനായ രാമുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയായിരുന്നു. എങ്കിലും അവൻ ഒട്ടും മടിച്ചില്ല. ചേട്ടാ, ഇതെനിക്ക് പാക്ക് ചെയ്തു തരൂ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, വലിയൊരു അഭിമാനത്തോടെ അവൻ പറഞ്ഞു. ലെഹങ്ക വാങ്ങിക്കഴിഞ്ഞ് അവൻ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായികളും പഴങ്ങളും കൂടി വാങ്ങി. രണ്ട് കൈകളിലും നിറയെ ഭാരമേറിയ സഞ്ചികളുമായി അവൻ വീട്ടിലേക്ക് നടന്നു. സാധാരണയായി ജോലി കഴിഞ്ഞു വരുമ്പോൾ അവൻ വളരെ തളർന്നിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് അവന്റെ കാലുകൾക്ക് വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു. വഴിയിൽ കാണുന്ന ഓരോരുത്തരോടും തനിക്കിന്ന് വലിയൊരു സന്തോഷം ലഭിച്ചുവെന്ന് വിളിച്ചു പറയണമെന്ന് അവന് തോന്നി. തന്റെ ചെറിയ വാടക വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഈ സമ്മാനങ്ങൾ കാണുന്നതോടെ ഇല്ലാതാകുമെന്ന് അവൻ വിശ്വസിച്ചു. ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ കവിത എന്നെ നോക്കി ചിരിക്കും. അവൾ ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വിടരും. ആ ചുവന്ന ലെഹങ്ക ഇടുമ്പോൾ അവൾ ഒരു രാജകുമാരിയെ പോലെ ഉണ്ടാകും, രാമു സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ തന്റെ വീടിരിക്കുന്ന ഗല്ലിയുടെ അടുത്തേക്ക് എത്തി. ആ ഗല്ലിയിലെ ഓരോ കല്ലും മണ്ണും അവന് സുപരിചിതമാണ്. പക്ഷെ ഇന്ന് ആ ഗല്ലിക്കെന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവന് തോന്നി. എന്നാൽ വിധി അവനെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായിട്ടായിരുന്നു. തന്റെ സ്നേഹവും കഷ്ടപ്പാടും ഒരു നിമിഷം കൊണ്ട് തകർത്തെറിയാൻ പോകുന്ന ആ സത്യത്തിലേക്ക് അവൻ പതുക്കെ നടന്നെടുത്തു. ആളുകൾ വട്ടം കൂടി നിന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ചിലർ കൈകൾ വീശി സംസാരിക്കുന്നു, മറ്റു ചിലർ മൊബൈൽ ഫോണുകൾ ഉയർത്തിപ്പിടിച്ച് വീഡിയോ എടുക്കുന്നു. സാധാരണയായി ഇത്തരം വഴക്കുകളിലോ ബഹളങ്ങളിലോ ഒട്ടും താല്പര്യമില്ലാത്ത രാമു തന്റെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുന്നതുകൊണ്ട് മാത്രം ആൾക്കൂട്ടത്തിനിടയിലേക്ക് പതുക്കെ നടന്നു ചെന്നു. അവന്റെ കൈകളിൽ കവിതയ്ക്കായി വാങ്ങിയ വില കൂടിയ സമ്മാന പൊതികൾ ഉണ്ടായിരുന്നു. എന്താ ചേട്ടാ ഇവിടെ പ്രശ്നം? എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങനെ ബഹളം വെക്കുന്നത്? മുന്നിൽ നിന്ന ഒരാളോട് രാമു വളരെ വിനയത്തോടെ ചോദിച്ചു. ആ മനുഷ്യൻ പുച്ഛത്തോടെ തിരിഞ്ഞു നോക്കി മറുപടി നൽകി. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളുടെ ഒരു കാര്യം, ഒരു മാന്യമായ കുടുംബത്തിൽ ജീവിക്കുന്ന പെണ്ണാണെന്ന് കണ്ടാൽ പറയില്ല. നടു റോട്ടിൽ വെച്ച് ഏതോ ഒരു തെമ്മാടി ചെക്കന്റെ കൂടെ നിന്ന് കൊഞ്ചിക്കുഴയുകയായിരുന്നു. നാട്ടുകാർ കൈയോടെ പിടിച്ചു. ഇതൊക്കെ വലിയ നാണക്കേടല്ലേ? അത് കേട്ടപ്പോൾ രാമുവിന്റെ ഉള്ളൊന്ന് കാളി. തന്റെ പരിസരത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നവൻ അത്ഭുതപ്പെട്ടു. അവൻ ആളുകളെ പതുക്കെ മാറ്റി മുന്നിലേക്ക് നടന്നു. ജനക്കൂട്ടത്തിന്റെ നടുവിൽ എല്ലാവരുടെയും ശകാരങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രമായി തല താഴ്ത്തി നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടതും രാമുവിന്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അവന്റെ ലോകം അവിടെ നിശ്ചലമായി. അത് അവന്റെ പ്രിയപ്പെട്ട കവിതയാണ്. അവളുടെ കൈകൾ അപരിചിതനായ അലസനായി തോന്നിപ്പിക്കുന്ന ഒരു യുവാവിന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. ആ യുവാവാകട്ടെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. രാമുവിന്റെ കാതുകളിൽ ഒരു വലിയ മൂളക്കം അനുഭവപ്പെട്ടു. ചുറ്റുമുള്ളവരുടെ തെറികളും പരിഹാസങ്ങളും അവന് കേൾക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകൾ കവിതയുടെ ആ കൈകളിൽ തറച്ചു നിന്നു. സ്നേഹത്തോടെ താൻ തൊടാൻ ആഗ്രഹിച്ച ആ കൈകൾ മറ്റൊരുത്തന്റെ കൂടെ ചേർന്നിരിക്കുന്നത് അവന് വിശ്വസിക്കാനായില്ല. രാമുവിന്റെ കൈകളിലെ പിടി അയഞ്ഞു. വലിയ സ്വപ്നങ്ങളുമായി അവൻ വാങ്ങിക്കൊണ്ടുവന്ന ആ പുതിയ സ്മാർട്ട് ഫോൺ പെട്ടി മണ്ണിലേക്ക് വീണു. കൂടെ ആ ചുവന്ന ലെഹങ്കയുടെ സഞ്ചിയും മധുര പലഹാരങ്ങളും ചെളിയിൽ പുരണ്ടു. വലിയ യന്ത്രങ്ങളുടെ സങ്കീർണമായ തകരാറുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടുപിടിച്ച് പരിഹരിക്കുന്ന രാമുവിന്റെ ബുദ്ധിക്ക് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ വലിയ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ ഒരു കല്ല് പോലെ അവിടെ തറച്ചു നിന്നു. താൻ ശരിക്കും ജീവനോടെ ഉണ്ടോ അതോ ഇതൊരു പേടി സ്വപ്നമാണോ എന്നവൻ സംശയിച്ചു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു വയസ്സായ ആൾ അലറി. നാണമില്ലല്ലോ നിനക്ക് ഈ വൃത്തികേട് കാണിക്കാൻ? ആരാണീ ചെക്കൻ? നിന്റെ ആരാണിവൻ? കവിത പേടിച്ച് വിറക്കുകയാണ്. ജനക്കൂട്ടം തന്നെ ആക്രമിക്കുമെന്ന് ഭയന്ന് അവൾ രക്ഷപ്പെടാനായി പെട്ടെന്ന് ഒരു കള്ളം പറഞ്ഞു. ആ വാക്കുകൾ രാമുവിന്റെ ഹൃദയത്തെ പാടെ തകർത്ത് കളഞ്ഞു. അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ഇയാളെന്റെ ഭർത്താവാണ്. താൻ പ്രാണനെ പോലെ സ്നേഹിച്ചവൾ, തന്നെ വിശ്വസിച്ച് വീട്ടിൽ കാത്തിരിക്കുമെന്ന് കരുതിയവൾ മറ്റൊരുത്തനെ ഭർത്താവെന്ന് വിളിക്കുന്നത് കേട്ട് രാമുവിന്റെ ഉള്ളിലെ മനുഷ്യൻ മരിച്ചുപോയി. തന്റെ ജീവിതം മുഴുവൻ ഒരു വലിയ കള്ളത്തിന്മേലാണ്
കെട്ടിപ്പൊക്കിയതെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. പ്രണയത്തിന്റെ ആ ചുവന്ന നിറം പെട്ടെന്ന് ചോരയുടെയും വഞ്ചനയുടെയും കറുത്ത നിറമായി മാറുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു. കവിതയുടെ വാക്കുകൾ കേട്ട് ആൾക്കൂട്ടം ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവൾ ആ യുവാവിനെ ഭർത്താവെന്ന് വിളിച്ചത് വിശ്വസിക്കണോ വേണ്ടയോ എന്നാളുകൾ പരസ്പരം നോക്കി. എന്നാൽ ആ നിശബ്ദത അധികനേരം നീണ്ടുനിന്നില്ല. അവരുടെ കോളനിയിലെ എല്ലാവർക്കും അറിയാവുന്ന ആരോടും പരിഭവമില്ലാത്ത രമ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മുന്നോട്ട് വന്നു. അവർ കവിതയുടെ മുഖത്തേക്ക് നോക്കി പല്ലുകടിച്ചു. "ഡി വഞ്ചകി, നീ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്?" രമ ഗർജിച്ചു. അവർ ആനൊരു അടി കവിതയുടെ കരണത്ത് നൽകി. "കണ്ടവനെ ഭർത്താവെന്ന് വിളിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നിന്റെ കല്യാണം കഴിഞ്ഞ വർഷം രാമുവായി കഴിഞ്ഞതാണെന്ന് ഈ നാട്ടിൽ ആർക്കാണ് അറിയാത്തത്? ആ പാവ മനുഷ്യൻ നിനക്ക് വേണ്ടി പകലന്തിയോളം വെയിലത്ത് പണിയെടുക്കുന്നു. അവൻ കൊണ്ടുവരുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കുമ്പോൾ നിനക്ക് മറ്റൊരുത്തന്റെ കൂടെ നടക്കാൻ നാണമില്ലേ?" സത്യം പുറത്തായതോടെ നാട്ടുകാരുടെ ദേഷ്യം നിയന്ത്രണാതീതമായി. "കൊല്ലണം ഇവളെ!" ചിലർ വിളിച്ചു പറഞ്ഞു. ചില ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് കവിതയുടെ കൂടെയുണ്ടായിരുന്ന ആ യുവാവിനെ മർദ്ദിക്കാൻ തുടങ്ങി. അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ചു. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ അല്പം മുമ്പ് കവിതയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന ആ കാമുകൻ ഭീരുവിനെ പോലെ പെരുമാറി. അവൻ കവിതയുടെ കൈകൾ തള്ളിമാറ്റി. ആൾക്കൂട്ടത്തെ തള്ളിമാറ്റി അവൻ തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. താൻ ആർക്കു വേണ്ടിയാണോ സ്വന്തം ഭർത്താവിനെ ചതിച്ചത്, ആർക്കു വേണ്ടിയാണോ മാന്യത പണയം വെച്ചത്, അവൻ തന്നെ നടുറോട്ടിൽ മരണത്തിനു വിട്ടുകൊടുത്ത് ഓടിയത് കവിതക്ക് താങ്ങാനായില്ല. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് റോഡിലെ മണ്ണിലേക്ക് വീണു. സ്ത്രീകൾ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. "ഇവളെ പോലെയുള്ളവർ ശാപമാണ്!" അവർ ആക്രോശിച്ചു. കവിതയുടെ വസ്ത്രങ്ങൾ മണ്ണിൽ പുരണ്ടു. അവളുടെ ചുണ്ടിൽ നിന്ന് രക്തം പൊടിഞ്ഞു. ഇതെല്ലാം കുറച്ചകലെ മാറി നിന്ന് രാമു നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ ഉള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. താനൊരു ദേവതയെ പോലെ പൂജിച്ചവൾ തന്റെ അഭിമാനം നടുറോട്ടിൽ ലേലം വിളിച്ചിരിക്കുന്നു. അവൾ ആ യുവാവിനെ സ്വന്തം ഭർത്താവായി പ്രഖ്യാപിച്ചപ്പോൾ രാമുവിന്റെ ഉള്ളിൽ മരിച്ചുപോയത് അവന്റെ സ്നേഹം മാത്രമായിരുന്നില്ല, അവന്റെ ആത്മവിശ്വാസം കൂടിയായിരുന്നു. ഒരു നിമിഷം അവനും ആഗ്രഹിച്ചു നാട്ടുകാരോടൊപ്പം ചേർന്ന് അവളെ രണ്ട് തല്ലാൻ, അല്ലെങ്കിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് എന്നേക്കുമായി നടന്നു പോകാൻ. പക്ഷേ പ്രണയത്തിനു മുന്നിൽ രാമു പലപ്പോഴും ഒരു തോൽവിയായിരുന്നു. കവിത നിലത്ത് വീണ് കിടന്ന് കരയുന്നത് കണ്ടപ്പോൾ, നാട്ടുകാർ അവളെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ ദേഷ്യം അലിഞ്ഞുപോയി. അവൾ ചെയ്ത തെറ്റിനേക്കാൾ അവളുടെ വേദനയാണ് അവനെ തളർത്തിയത്. തന്റെ അഭിമാനത്തെക്കാൾ വലുത് അവളുടെ ജീവനാണെന്ന് അവൻ പാവം കരുതി. രാമു പെട്ടെന്ന് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിക്കയറി. അവൻ കവിതക്കും നാട്ടുകാർക്കും ഇടയിൽ ഒരു മതിൽ പോലെ നിന്നു. "നിർത്തൂ, ദയവായി അവളെ വിടൂ!" രാമു തന്റെ രണ്ട് കൈകളും വിരിച്ചു പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ആൾക്കൂട്ടത്തിന്റെ തള്ളും അടിയും രാമുവിനും കിട്ടി. രമ അവനെ പിടിച്ചു മാറ്റി. "രാമു, നിനക്ക് ഭ്രാന്തായോ? ഇവൾ നിന്നെ നശിപ്പിക്കുകയായിരുന്നു. എന്നിട്ടും നീ അവളെ സംരക്ഷിക്കുകയാണോ?" രാമു ആരുടെയും മുഖത്ത് നോക്കാതെ വളരെ ശാന്തമായ എന്നാൽ ഭാരമേറിയ ശബ്ദത്തിൽ പറഞ്ഞു. "ഇവളെന്റെ ഭാര്യയാണ്. ഇവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ദയവായി എല്ലാവരും സ്വന്തം വീട്ടുകളിലേക്ക് പോകണം. എന്റെ കൈകൾ കൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ്." രാമുവിന്റെ കണ്ണുകളിലെ ആ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ നാട്ടുകാർ പതുക്കെ പിന്മാറി. റോഡിലെ പൊടിപടലങ്ങൾ പതുക്കെ അടങ്ങി. ആൾക്കൂട്ടം പിരിഞ്ഞു പോയി കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് വിജനമായ ആ കവലയും മണ്ണിൽ വീണ് കിടക്കുന്ന രാമുവിന്റെ ആ വില കൂടിയ സമ്മാന പൊതികളും പിന്നെ നടുറോട്ടിൽ തളർന്നിരിക്കുന്ന കവിതയുമാണ്. രാമു ഒന്നും മിണ്ടിയില്ല. അവൻ കവിതയോട് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. അവൻ അവളെ പരിഹസിച്ചില്ല, ശകാരിച്ചതുമില്ല. പക്ഷേ ആ ഭയാനകമായ നിശബ്ദത കവിതയെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുകയാണ്. അവൾക്ക് തല ഉയർത്തി രാമുവിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. രാമു പതുക്കെ കുനിഞ്ഞു. അവൻ ആവേശത്തോടെ വാങ്ങിക്കൊണ്ടുവന്ന ആ സ്മാർട്ട് ഫോൺ പെട്ടിയും ചളി പുരണ്ട ആ ചുവന്ന ലെഹങ്കയും മണ്ണിൽ നിന്ന് എടുത്തു. ഒരു നിമിഷം അവൻ ആ വസ്ത്രത്തിലേക്ക് നോക്കി. കവിത ഇത് ധരിച്ചു നിൽക്കുന്നത് സ്വപ്നം കണ്ട ആ പഴയ രാമു നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോയിരിക്കുന്നു. അവൻ പതുക്കെ കവിതയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ വസ്ത്രത്തിലെ മണ്ണ് അവൻ തന്റെ കൈകൾ കൊണ്ട് തട്ടിക്കളഞ്ഞു. തന്റെ ബാഗിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് അതിന്റെ അടപ്പ് തുറന്ന് അവൾക്ക് നേരെ നീട്ടി. കവിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാമുവിന്റെ കാലുകളിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ രാമു പെട്ടെന്ന് ഒരടി പിന്നോട്ട് മാറി. ആ സ്പർശനം പോലും ഇപ്പോൾ അവനെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. "എഴുന്നേൽക്കൂ, വീട്ടിൽ പോകാം," ജീവനില്ലാത്ത ഒരു ശബ്ദത്തിൽ അവൻ പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉണ്ടായിരുന്നില്ല, പകരം ഒരു മരവിപ്പായിരുന്നു. കവിത പതുക്കെ എഴുന്നേറ്റു. അവൾ രാമുവിന് പിന്നാലെ അവന്റെ പഴയ ബൈക്കിനടുത്തേക്ക് നടന്നു. രാമു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ എഞ്ചിന്റെ ശബ്ദം ഇന്ന് അവനൊരു ചുറ്റിക കൊണ്ട് തലയിൽ അടിക്കുന്നത് പോലെയാണ് തോന്നിയത്. കവിത
ബൈക്കിന് പിന്നിൽ കയറിയിരുന്നു. പണ്ട് അവൾ അവനോട് ചേർന്നിരിക്കുമ്പോൾ അനുഭവപ്പെട്ടിരുന്ന ആ പ്രണയത്തിന്റെ ചൂട് ഇന്നവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ബൈക്കിന്റെ പിന്നിലെ ഇരുമ്പ് കമ്പിയിൽ മുറുകെ പിടിച്ചിരുന്നു. രാമുവിനെ സ്പർശിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. യാത്രയിലുടനീളം ആരും ഒന്നും സംസാരിച്ചില്ല. കണ്ണാടിയിലൂടെ അവൻ കവിതയുടെ മുഖത്ത് നോക്കി. അവൾ തല താഴ്ത്തി കരയുകയായിരുന്നു. പണ്ട് ജോലി കഴിഞ്ഞു വരുമ്പോൾ കവിതയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി രാമു എന്നും ആഗ്രഹിച്ചിരുന്ന ആ നീണ്ട വഴി ഇന്ന് എത്രയും വേഗം അവസാനിച്ചിരുന്നുവെങ്കിൽ എന്നവൻ കൊതിച്ചു. ഓരോ നിമിഷവും അവന് യുഗങ്ങൾ പോലെ തോന്നി. ബൈക്ക് വീടിന് മുന്നിൽ എത്തി നിന്നു. എഞ്ചിൻ ഓഫാക്കിയ രാമു ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. കവിത പേടിച്ചു വിറച്ച് അവന് പിന്നാലെയും. വീടിന്റെ നടുമുറ്റത്ത് രാമുവിന്റെ അമ്മ പതിവ് പോലെ ജോലിയിലായിരുന്നു. വാതിലിലേക്ക് നോക്കിയ അവരുടെ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. കവിതയുടെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരിക്കുന്നു. മുടി അലങ്കോലമായിരിക്കുന്നു. ചുണ്ടിന്റെ കോണിൽ ചോരയുടെ പാടുണ്ട്. രാമുവിന്റെ കണ്ണുകളാകട്ടെ ചുവന്നു തുടുത്തിരിക്കുന്നു. രാമു, എന്താണിത്? കവിതയ്ക്ക് എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? അമ്മ ഭയപ്പെട്ടുകൊണ്ട് ഓടി അടുത്തു വന്നു. രാമു തന്റെ അമ്മയുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അവൻ ഒരു ജീവച്ഛവം പോലെ അമ്മയെ കടന്നുപോയി നേരെ മുകളിലെ മുറിയിലേക്ക് നടന്നു. ഓരോ പടികൾ കയറുമ്പോഴും തന്റെ ജീവിതം എന്നേക്കുമായി തകർന്നു പോയെന്ന സത്യം അവന്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൻ തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. പുറത്തമ്മ കവിതയെ പിടിച്ചുലച്ച് സത്യം ചോദിക്കുന്നുണ്ടായിരുന്നു. താമസിയാതെ നാട്ടുകാരിൽ നിന്ന് ആ വാർത്ത ആ വീട്ടിലും എത്തിച്ചേർന്നു. വീടിന്റെ ടെറസിൽ കറുത്തിരുണ്ട ആ രാത്രിയിൽ രാമു തനിച്ച് ഇരിക്കുകയാണ്. അവൻ നിലവിളിച്ചില്ല, ആരെയും ശപിച്ചതുമില്ല. പക്ഷെ അവന്റെ തോളുകൾ വിറക്കുന്നുണ്ടായിരുന്നു. തന്റെ പ്രണയത്തെയും സ്വപ്നങ്ങളെയും ഒരു ദൈവത്തെ പോലെയാണ് അവൻ പൂജിച്ചത്. എന്നാൽ ആ പ്രതിഷ്ഠ ഇന്ന് നടുറോട്ടിൽ ഉടഞ്ഞു പോയിരിക്കുന്നു. താഴെ മുറ്റത്ത് അയൽക്കാരായ സ്ത്രീകളിൽ നിന്ന് അമ്മ സത്യം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. വാർത്ത കാട്ടുതീ പോലെ ആ കുടുംബത്തിലും പടർന്നു. രാമുവിന്റെ അമ്മക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ലക്ഷ്മി ദേവിയാണെന്ന് കരുതി താൻ വീട്ടിലേക്ക് കയറ്റിയ മരുമകൾ തന്റെ മകന്റെ അഭിമാനം ചന്തയിൽ ലേലം വിളിച്ചിരിക്കുന്നു. അവർ ദേഷ്യം കൊണ്ട് വിറച്ചു. നടുമുറ്റത്തിന്റെ മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്ന കവിതയുടെ അടുത്തേക്ക് അവർ പാഞ്ഞെടുത്തു. "ഡി കള്ളി, എന്റെ പാവ മകനോട് നീ എന്തിനാണ് ഈ ദ്രോഹം ചെയ്തത്?" അമ്മ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി. "അവൻ നിനക്ക് വേണ്ടി പകലന്തിയോളം യന്ത്രങ്ങൾക്കിടയിൽ പണിയെടുത്തുണ്ടാക്കുന്ന പണം കൊണ്ട് നീ സുഖമായി വാഴുമ്പോൾ മറ്റൊരുത്തന്റെ കൂടെ നടക്കാൻ നിനക്ക് എങ്ങനെ തോന്നി?" ശബ്ദം കേട്ട് രാമുവിന്റെ അനിയനും മറ്റു ബന്ധുക്കളും അവിടേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും കണ്ണുകളിൽ കവിതയോടുള്ള വെറുപ്പും ദേഷ്യവുമായിരുന്നു. "നീ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത്? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവന്റെ കൂടെ പോകാമായിരുന്നില്ലേ? എന്തിനാണ് എന്റെ മകന്റെ ജീവിതം തകർത്തത്?" അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവർ കവിതയെ അവിടെ നിന്ന് തള്ളി മാറ്റി. കവിത ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾക്ക് പറയാൻ ന്യായീകരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ബഹളങ്ങൾക്കിടയിൽ രാമു മുകളിൽ നിന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. അവന്റെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. മുഖം കരിങ്കല്ല് പോലെ കടുപ്പമേറിയതായിരുന്നു. അവൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ നടന്ന് അമ്മയുടെ അരികിലെത്തി. അവൻ അമ്മയുടെ കൈ പതുക്കെ പിടിച്ചു മാറ്റി. "മതി അമ്മേ, ഇനി ആരും അവളെ ഒരക്ഷരം പോലും പറയരുത്." രാമുവിന്റെ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നുവെങ്കിലും അതിന് വലിയൊരു ഭാരമുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ടതും നടുമുറ്റത്ത് ഒരു നിശബ്ദത പടർന്നു. അമ്മ അമ്പരപ്പോടെ ചോദിച്ചു, "രാമു, നീ ഇപ്പോഴും അവളെ സംരക്ഷിക്കുകയാണോ? അവൾ നിന്നെ ചതിച്ചു. ഈ ലോകത്തിന് മുന്നിൽ നിന്നെ നാണം കെടുത്തി." രാമു അമ്മയുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൻ പതുക്കെ കവിതയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈത്തണ്ടയിൽ പതുക്കെ പിടിച്ചു. "ഇവൾ എന്റെ ഭാര്യയാണ്. ഇവൾ എന്റെ മുറിയിലേക്ക് വരും. ഇനി ആരെങ്കിലും ഇവളെ ശകാരിച്ചാൽ അതെന്നെ ശകാരിക്കുന്നതിന് തുല്യമാണ്." രാമു കവിതയെയും കൂട്ടി തന്റെ മുറിയിലേക്ക് നടന്നു. മുറിക്കുള്ളിൽ കയറി രാമു വാതിലടച്ചു. പുറത്തെ തെറികളും പരിഹാസങ്ങളും ആ വാതിലിനു പുറത്ത് തന്നെ നിന്നു. കവിത നിലത്ത് ഒരു മൂലയിൽ ഇരുന്നു. രാമു അവൾക്ക് അല്പം അകലെയായി നിലത്തിരുന്നു. "നിനക്കെന്തെങ്കിലും പറ്റിയോ?" അവൻ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും കവിത വീണ്ടും പൊട്ടിക്കരഞ്ഞു. രാമു തന്നെ അടിക്കുമെന്നും ശകാരിക്കുമെന്നുമാണ് അവൾ കരുതിയത്. പക്ഷെ അവന്റെ ഈ കരുതൽ അവളെ കൂടുതൽ വേദനിപ്പിച്ചു. "എന്നെ കൊന്നു കളയൂ രാമു, ഞാൻ വഞ്ചകിയാണ്. നിനക്കെന്നെ കൊല്ലാനുള്ള എല്ലാ അവകാശവുമുണ്ട്." കവിത വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. രാമു പരിഹാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. "കൊല്ലാനുള്ള അവകാശം പ്രിയപ്പെട്ടവർക്കല്ലേ ഉള്ളൂ കവിത. എന്നെ നീ നിന്റെ ഒരാളായി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?" രാമുവിന്റെ ആ ചോദ്യത്തിനു മുന്നിൽ കവിതയ്ക്ക് മറുപടിയില്ലായിരുന്നു. തന്റെ സ്നേഹത്തിന് ആരും വില നൽകിയില്ല എന്ന വേദന രാമുവിനെ ആ നിമിഷം ആഴത്തിൽ മുറിപ്പെടുത്തി. കവിതയുടെ തേങ്ങലുകൾ ആ മുറിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. രാമു തന്റെ കൈകൾ
നോക്കിയിരുന്നു. യന്ത്രങ്ങളുടെ തകരാറ് നിമിഷങ്ങൾക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയുന്ന ആ കൈകൾക്ക് സ്വന്തം ജീവിതം തകർന്നു വീഴുന്നത് തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്നവൻ ഓർത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാമു ആഴത്തിൽ ഒരു ശ്വാസമെടുത്ത് ചോദിച്ചു, ഒരു കാര്യം മാത്രം നീ എന്നോട് സത്യസന്ധമായി പറയണം, ഭയമില്ലാതെ പറയണം. നിനക്കാ ചെറുപ്പക്കാരനെ അത്രക്കിഷ്ടമാണോ? നിന്റെ ജീവൻ അവനിലാണോ ഇരിക്കുന്നത്? രാമുവിന്റെ ആ ചോദ്യം കേട്ടതും കവിതയുടെ കരച്ചിൽ ഒന്ന് നിലച്ചു. അവൾ പതുക്കെ തലയുയർത്തി രാമുവിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല. കവിത മറുപടി പറയാതെ പതുക്കെ തലയാട്ടി. ആ അതെ എന്ന സമ്മതം രാമുവിന്റെ ഹൃദയത്തിൽ അവസാനമായി തറച്ച ആണിയായിരുന്നു. രാമു പതുക്കെ ഭിത്തിയിൽ ചാരി എഴുന്നേറ്റ് നിന്നു. അവന്റെ ശബ്ദത്തിൽ ഇപ്പോൾ ഒരു തരം മരവിപ്പുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ വിവാഹം? എന്തിനാണ് എന്നോടൊപ്പം 7 പടികൾ നടന്നത്? എന്തിനാണ് ഈ ചതിയുടെ സിന്ദൂരം അണിഞ്ഞത്? കവിത വിറച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു രാമു. അച്ഛനെയും നാട്ടുകാരെയും എനിക്ക് പേടിയായിരുന്നു. അവരോട് എതിർത്ത് പറയാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ എന്റെ മനസ്സിൽ എന്നും അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാമു ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു. ആ നാട്ടുകാരാണ് ഇന്ന് നിന്നെ റോട്ടിലിട്ട് തല്ലിയത്. അവർ നിന്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചപ്പോൾ എവിടെയായിരുന്നു നിന്റെ അച്ഛന്റെയും കുടുംബത്തിന്റെയും മാനം? നിനക്കെന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു കവിത. നിന്റെ അച്ഛന്റെ കാലു പിടിച്ചാണെങ്കിലും ഞാൻ ഈ വിവാഹം മുടക്കുമായിരുന്നു. നിന്നെ എന്റെ വീട്ടിലേക്ക് ഒരു തടവുകാരിയായി കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. രാമു ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. അവൻ തുടർന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചു കവിത. നിന്നെ സ്നേഹിച്ചത് നിന്നെ എന്റെ കൂടെ തളച്ചിടാനല്ല, നിന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി കാണാനാണ്. പക്ഷെ എന്റെ സ്നേഹം നിനക്ക് ശ്വാസം മുട്ടലാണ് നൽകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു ഭാര്യയല്ല, മറിച്ച് എന്റെ ജീവിതത്തിന്റെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം മറ്റൊരാളുടെ ജീവിതത്തിൽ തെളിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തടയാൻ ഞാൻ ആരാണ്? രാമു തിരിഞ്ഞു നിന്ന് കവിതയുടെ കണ്ണുകളിലേക്ക് നോക്കി. നാളെ വെളുപ്പിന് നീ തയ്യാറായിരിക്കണം. ഏതു നാട്ടുകാരെ പേടിച്ചാണോ നീ നിന്റെ പ്രണയം ഒളിപ്പിച്ചു വെച്ചത്? ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ അവന് വിവാഹം കഴിച്ചു നൽകും. നിന്റെ നെറ്റിയിലെ ഈ കള്ള സിന്ദൂരം ഞാൻ മായ്ച്ചു തരും. പകരം നീ ആഗ്രഹിക്കുന്നവന്റെ സിന്ദൂരം ഞാൻ തന്നെ ചാർത്തിച്ചു തരും. നിന്നെ തടവറയിൽ നിന്ന് ഞാൻ മോചിപ്പിക്കുകയാണ്. കവിത നെട്ടലോടെ രാമുവിനെ നോക്കി. ഇത്രയും വലിയൊരു വഞ്ചന ചെയ്തിട്ടും തന്നെ ഉപേക്ഷിക്കാതെ, തന്നെ തല്ലിക്കൊല്ലാതെ, തന്റെ സന്തോഷത്തിനായി ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ രാമുവിന് എങ്ങനെ കഴിഞ്ഞുവെന്ന് അവൾ അത്ഭുതപ്പെട്ടു. രാമു ആ രാത്രി തന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. കവിതയുടെ സന്തോഷത്തിനായി സ്വന്തം ഹൃദയം ബലി കൊടുക്കാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. നഗരം പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതു വീണിരുന്നുവെങ്കിലും രാമുവിന്റെ ഉള്ളിൽ തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. അവൻ തന്റെ പഴയ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കവിതയുടെ കാമുകൻ എവിടെ കാണുമെന്ന് അവൻ ഏകദേശം ഉറപ്പായിരുന്നു. നാട്ടുകാരുടെ തല്ല് പേടിച്ച് അവൻ തീർച്ചയായും നാട് വിടാൻ ശ്രമിക്കുമെന്ന് രാമു കരുതി. അവൻ നേരെ പോയത് നഗരത്തിലെ മെയിൻ ബസ് സ്റ്റാൻഡിലേക്കാണ്. രാമു വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ബസ് സ്റ്റാൻഡിന്റെ ഇരുണ്ട ഒരു മൂലയിൽ നാട്ടുകാരുടെ മർദ്ദനമേറ്റ പാടുകളുമായി പേടിച്ചു വിറച്ച് ആ യുവാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ഒരു ബസ്സിനായി കാത്തിരിക്കുകയായിരുന്നു അവൻ. രാമു ബൈക്ക് നിർത്തി അവന്റെ അടുത്തേക്ക് നടന്നു. രാമുവിനെ കണ്ടതും അവൻ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. പക്ഷേ രാമു അവന്റെ ഷർട്ടിന്റെ കോളറിൽ മുറുകെ പിടിച്ചു. ചേട്ടാ, എന്നെ വിടൂ, എനിക്ക് തെറ്റുപറ്റി. ഇനി മേലിൽ ഞാൻ ഈ നഗരത്തിലേക്ക് വരില്ല. എന്നെ കൊല്ലരുത്. അവൻ കൈകൂപ്പി കരയാൻ തുടങ്ങി. രാമു അവനെ ഒന്ന് നോക്കി. കവിത ഇത്രയും കാലം സ്നേഹിച്ചതും ഇപ്പോൾ ഓർത്ത് കരയുന്നതും ഈ ഭീരുവിനെയാണല്ലോ എന്നോർത്തപ്പോൾ രാമുവിന് സങ്കടമാണ് തോന്നിയത്. അവൻ ആ യുവാവിനെ ഉപദ്രവിച്ചില്ല. മറിച്ച് ശാന്തമായ എന്നാൽ ഗൗരവമുള്ള ശബ്ദത്തിൽ ചോദിച്ചു, നീ എന്റെ ഭാര്യയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അതോ വെറും നേരം പോക്കിന് വേണ്ടിയായിരുന്നു അവളുടെ ജീവിതം നശിപ്പിച്ചത്? ആ യുവാവ് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് ചേട്ടാ, പക്ഷെ എനിക്ക് പേടിയാണ്. രാമു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, സ്നേഹമുണ്ടെങ്കിൽ പേടിക്കരുത്. നീ പേടിച്ച് ഓടിയതുകൊണ്ടാണ് ഇന്ന് അവൾ നടുറോട്ടിൽ അപമാനിക്കപ്പെട്ടത്. നിനക്ക് അവളോടുള്ളത് സത്യമായ പ്രണയമാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരൂ. ഞാൻ തന്നെ നിങ്ങൾ രണ്ടുപേരെയും വിവാഹം കഴിപ്പിച്ചു തരാം. നീ കൂടെ വരാതെ ഞാൻ നിന്നെ വിടില്ല. രാമു ആ യുവാവിനെ ബൈക്കിന് പിന്നിലിരുത്തി വീട്ടിലേക്ക് മടങ്ങി. നേരം പുലർന്നപ്പോൾ രാമുവിന്റെ വീടിന് മുന്നിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. രാമു തലേ ദിവസം തന്നെ കവിതയുടെ അച്ഛനെയും അമ്മയെയും വിവരമറിയിച്ചിരുന്നു. അവർ അപമാന ഭാരത്തിൽ തലകുനിച്ച് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഗ്രാമത്തിലെ പ്രമാണിമാരും നാട്ടുകാരും രാമുവിന്റെ തീരുമാനം കേട്ട് അമ്പരന്നു. രാമു, നിനക്ക് ശരിക്കും ഭ്രാന്തായോ? നിന്നെ ചതിച്ച പെണ്ണിനെ നീ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയോ? ഇത് സമൂഹത്തിനു മുന്നിൽ വലിയൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്, ഒരു കാരണവർ പറഞ്ഞു. കവിതയുടെ അമ്മ രാമുവിന്റെ കാലിൽ വീണ് കരഞ്ഞു.
മകനെ, എന്റെ മകൾ ചെയ്തത് വലിയ പാപമാണ്. അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടോളൂ. പക്ഷേ ഈ വിവാഹം നടത്തി ഞങ്ങളെ ലോകത്തിനു മുന്നിൽ കൂടുതൽ നാണം കെടുത്തരുത്. രാമു ആ വൃദ്ധയെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, അമ്മേ, അവളെ അടിച്ചിറക്കി വിട്ടാൽ അവൾ എങ്ങോട്ട് പോകും? അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം. പക്ഷെ ആ തെറ്റിന് കാരണക്കാരൻ ഞാനുമാണ്. അവളുടെ മനസ്സിൽ മറ്റൊരാളാണെന്ന് അറിയാതെയാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. വിവാഹം ഒരു കരാറല്ല, അതൊരു ജീവിതമാണ്. ഒരു മനസ്സില്ലാത്തവളെ ഭാര്യയായി കൂടെ നിർത്തുന്നത് അവളെ നരകത്തിൽ ഇടുന്നതിന് തുല്യമാണ്. എനിക്കെന്റെ അപമാനത്തേക്കാൾ വലുത് അവളുടെ സമാധാനമാണ്. ഈ വിവാഹം ഇന്ന് നടക്കും. രാമുവിന്റെ ഉറച്ച തീരുമാനത്തിനു മുന്നിൽ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. രാമു തന്നെ മുൻകൈയെടുത്ത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ ഒരു ഉത്സവമാക്കി മാറ്റാൻ അവൻ സ്വയം തയ്യാറെടുത്തു. ക്ഷേത്രമുറ്റത്ത് ആളുകൾ കൂടി നിന്നു. ചിലർ രാമുവിനെ ആദരവോടെ നോക്കി, മറ്റു ചിലർ അവനെ വിഡ്ഢിയെന്ന് പരിഹസിച്ചു. പക്ഷെ രാമു ഇതൊന്നും അറിഞ്ഞില്ല. അവന്റെ ഉള്ളിലെ ലോകം എപ്പോഴോ നിശ്ചലമായിരുന്നു. കവിത ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിൽ വന്നിരുന്നു. അവൾ ധരിച്ചിരുന്നത് രാമു കഴിഞ്ഞ ദിവസം വാങ്ങി നൽകിയ ആ ചുവന്ന ലെഹങ്ക ആയിരുന്നില്ല, മറിച്ച് അവരുടെ വിവാഹത്തിന് അണിഞ്ഞ പഴയ വസ്ത്രമായിരുന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. അവളുടെ അടുത്ത് പേടിച്ചു വിറച്ച് ആ യുവാവ് ഇരുന്നു. അവനാകെ തളർന്നിരുന്നു. രാമുവിന്റെ കണ്ണുകളിലെ ശാന്തത അവനെ വല്ലാതെ ഭയപ്പെടുത്തി. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. രാമു മണ്ഡപത്തിന് തൊട്ടടുത്ത് ഒരു തൂണിൽ ചാരി നിന്നു. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കേൾക്കണമെന്ന് ആഗ്രഹിച്ച ആ മന്ത്രങ്ങൾ ഇന്ന് മറ്റൊരാൾക്ക് വേണ്ടി കേൾക്കുമ്പോൾ രാമുവിന്റെ ഹൃദയം കീറി മുറിയുന്നത് പോലെ അവന് തോന്നി. ഓരോ മന്ത്രവും അവന്റെ കാതുകളിൽ ഇടിച്ചു കയറി. വരൻ വധുവിന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുക, പൂജാരി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും രാമുവിന്റെ ഹൃദയം തകർന്നു. തന്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് താൻ ഒരിക്കൽ സിന്ദൂരം ചാർത്തിയ ആ നെറ്റിയിലേക്ക് അവൻ നോക്കി. ആ യുവാവ് വിറക്കുന്ന കൈകളോടെ ഒരു നുള്ളു സിന്ദൂരം എടുത്തു. രാമു തന്റെ കണ്ണുകൾ അടച്ചു. തന്റെ നെഞ്ചിൽ ഒരു കത്തുന്ന കനൽ വീഴുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൾ എന്നേക്കുമായി മറ്റൊരുവന്റേതാകുന്നത് കാണാൻ അവൻ കണ്ണുകൾ തുറന്നില്ല. ഒരു തുള്ളി കണ്ണീർ പോലും പുറത്തേക്ക് വരാതിരിക്കാൻ അവൻ തന്റെ പല്ലുകൾ നെരിച്ചു. കവിതയുടെ നെറ്റിയിൽ സിന്ദൂരം വീണ ആ നിമിഷം തന്റെ മുറിവിൽ നിന്ന് ചോര വരുന്നത് പോലെയാണ് രാമുവിന് തോന്നിയത്. തന്റെ എല്ലാം നഷ്ടപ്പെട്ട് ഒരുവന്റെ ശൂന്യത അവനിൽ നിറഞ്ഞു. എങ്കിലും അവൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. സിന്ദൂരം അണിയിച്ച ശേഷം കവിത മെല്ലെ തല ഉയർത്തി നോക്കി. അവളുടെ നോട്ടം ചെന്നു നിന്നത് ദൂരെ മാറി നിൽക്കുന്ന രാമുവിലായിരുന്നു. രാമു പതുക്കെ കണ്ണുകൾ തുറന്നു. അവന്റെ കണ്ണുകളിൽ കടലുപോലെ കണ്ണീർ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും അവൻ കവിതയെ നോക്കി വളരെ ചെറിയ ഒരു പുഞ്ചിരി നൽകി. നീ ഇപ്പോൾ സ്വതന്ത്രയാണ് എന്ന പുഞ്ചിരി അവളോട് നിശബ്ദമായി പറഞ്ഞു. ആ നിമിഷം കവിതയുടെ ഉള്ളിൽ ഒരു വലിയ സത്യം വെളിപ്പെട്ടു. താൻ പ്രണയമെന്ന് കരുതി കൂടെ കൂട്ടിയത് വെറും ഒരു ഭീരുവിനെയാണെന്നും തന്നെ പ്രാണനേക്കാൾ സ്നേഹിച്ചത് ഈ മനുഷ്യനാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആ യുവാവിന്റെ സ്പർശനത്തിൽ അവൾക്ക് പ്രണയമല്ല, മറിച്ച് ഒരു തരം അറപ്പാണ് തോന്നിയത്. തന്റെ വഞ്ചനയ്ക്കു മുന്നിലും തനിക്ക് വേണ്ടി സ്വന്തം ഹൃദയം ബലികൊടുത്ത രാമുവിന്റെ സ്നേഹത്തിനു മുന്നിൽ അവൾക്ക് താൻ എത്ര നിസ്സാരയാണെന്ന് തോന്നിപ്പോയി. പൂജാരി വിവാഹം പൂർത്തിയായതായി പ്രഖ്യാപിച്ചു. നാട്ടുകാർക്കിടയിൽ പിറുപിറുക്കൽ ഉയർന്നു. രാമു പതുക്കെ മണ്ഡപത്തിനടുത്തേക്ക് ചെന്നു. അവൻ ആ യുവാവിന്റെ തോളിൽ കൈവച്ചു. ഇവളെ നന്നായി നോക്കണം. എനിക്ക് നൽകാൻ കഴിയാത്ത സന്തോഷം നീ അവൾക്ക് നൽകണം. ഇനി ഒരിക്കലും ഇവളെ കരയിക്കരുത്. രാമുവിന്റെ ശബ്ദം ഇടറിയിരുന്നു. വിടവാങ്ങലിന്റെ ആ നിമിഷം ക്ഷേത്രമുറ്റത്ത് ഒരു ഭയാനകമായ നിശബ്ദത പടർത്തി. ആ യുവാവ് മുന്നിൽ നടന്നു. കവിത അവനെ അനുഗമിച്ചു. ക്ഷേത്രത്തിന്റെ പടികൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ കവിതയുടെ പാദങ്ങൾ മണ്ണിൽ പതിയുന്നത് പോലെ അവൾക്ക് തോന്നി. ഓരോ ചുവടിലും അവൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നി. പടികളുടെ അറ്റത്തെത്തിയപ്പോൾ അവൾ ആഞ്ഞു തിരിഞ്ഞു നോക്കി. ക്ഷേത്രത്തിലെ ഒരു വലിയ തൂണിന് ചാരി രാമു അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് പഴയ തളർച്ചയുണ്ടായിരുന്നില്ല. പകരം കടമകൾ നിറവേറ്റിയ ഒരുവന്റെ ശാന്തതയായിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകളിലെ ആഴം അളക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. കവിതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾക്ക് ഓടിച്ചെന്ന് രാമുവിന്റെ കാലിൽ വീഴണമെന്നും തന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കണമെന്നും തോന്നി. പക്ഷെ ഇപ്പോൾ എല്ലാം വൈകിപ്പോയിരിക്കുന്നു. രാമു പതുക്കെ തന്റെ 2 കൈകളും കൂപ്പി അവൾക്ക് മംഗളങ്ങൾ നേർന്നു. പോകൂ, സന്തോഷമായി ജീവിക്കൂ എന്നവന്റെ ചുണ്ടുകൾ നിശബ്ദമായി മന്ത്രിച്ചു. ആ യുവാവിനോടൊപ്പം കവിത പതുക്കെ ആ ഗ്രാമത്തിന്റെ അതിരുകൾ കടന്നുപോയി. അവരുടെ നിഴലുകൾ അകന്നു പോകുന്നത് രാമു നോക്കി നിന്നു. ക്ഷേത്രത്തിലെ മണികൾ അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു.
കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. രാമു അവിടെ ഒറ്റയ്ക്കായി. അവൻ തന്റെ പഴയ സൈക്കിൾ എടുത്ത് ഫാക്ടറിയിലേക്ക് മടങ്ങി. അവിടെ യന്ത്രങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഉള്ളിലെ തകരാറുകൾ പരിഹരിക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിലും, ലോകത്തിന്റെ കണ്ണിൽ അവൻ തോറ്റുപോയെങ്കിലും, പ്രണയത്തിന്റെ മഹത്തായ യുദ്ധത്തിൽ അവൻ വിജയിച്ചിരുന്നു. സ്നേഹിക്കുക എന്നാൽ സ്വന്തമാക്കുക മാത്രമല്ല, പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനായി അവരെ വിട്ടുനൽകുക കൂടിയാണെന്ന് രാമു തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. രാമു വീണ്ടും ആ യന്ത്രങ്ങൾക്കിടയിൽ തന്റെ ജീവിതം കണ്ടെത്തി. അവന്റെ കൈകൾ ഗ്രീസിലും കരി ഓയിലിലും പുരണ്ടു. പക്ഷെ അവന്റെ ഹൃദയം ആ ചുവന്ന പട്ടുടുപ്പിന്റെയും സിന്ദൂരത്തിന്റെയും ഓർമ്മകളിൽ എന്നും പവിത്രമായി നിലകൊണ്ടു. തന്റെ പ്രണയം അവൻ മനസ്സിൽ സൂക്ഷിച്ചു. അവന്റെ സ്വപ്നങ്ങളിൽ അവൻ ജീവിച്ചു.